ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ചാപ്റ്റേഴ്സ് ഇൻ കേസസ് ആക്ട്? കേസസ് ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കേസസ് ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 16 ചാപ്റ്റേഴ്സാണ് കേസസ് ആക്ടിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ചാപ്റ്റേഴ്സ് ഇൻ കേസസ് റൂൾസ്? കേസസ് റൂൾസിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 15 ചാപ്റ്റേഴ്സാണ് കേസസ് റൂൾസിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു കേസസ് ആക്ട്? കേസസ് ആക്ടിൽ എത്ര പട്ടികകൾ, എത്ര ഷെഡ്യൂൾസ് ആണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 ഷെഡ്യൂൾസ് ആണ് കേസസ് ആക്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DCA അഥവാ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൾ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഡാഷ്? ആരുടെ കൺട്രോളിലാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. രജിസ്ട്രാറിൻ്റെ കീഴിലായിരിക്കും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 2D ഓഫ് കേസസ് ആക്ട് ഡിഫൈൻസ് ഡാഷ്? കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 2D അതെന്തിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2D ഓഫ് കേസസ് ആക്ട് ഡിഫൈൻസ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. സെൻട്രൽ സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കേസസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 2D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂ ലെനാർക്ക് മിൽസ് റിലേറ്റഡ് ടു ഡാഷ്? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മില്ലാണ് ന്യൂ ലെനാർക്ക് മില്ല്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മില്ലാണ് ന്യൂ ലെനാർക്ക് മില്ല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷർ ഓഫ് റോക്ക്ഡെയിൽ സൊസൈറ്റി? റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ ക്യാഷർ ആരായിരുന്നു? ക്യാഷർ ഓഫ് റോക്ക്ഡെയിൽ സൊസൈറ്റി? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. വില്യം കൂപ്പർ ആയിരുന്നു റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ ക്യാഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICA ഫൗണ്ടഡ് ഡ്യൂറിങ് ഡാഷ് കോപ്പറേറ്റീവ് കോൺഗ്രസ്? ഏത് കോപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെ സമയത്തായിരുന്നു ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സ്ഥാപിതമായത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെ സമയത്താണ് ICA സ്ഥാപിതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയലറ്റ് ഇൻ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട്സ് ഡാഷ്? കോപ്പറേറ്റീവ് ഫ്ലാഗിലെ വയലറ്റ് കളർ അതെന്തിനെ സൂചിപ്പിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഫെൽറ്റ് നീഡിനെ സൂചിപ്പിക്കുന്ന കളറാണ് വയലറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ ഈസ് ഡാഷ്? കോപ്പറേഷൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. FW റൈഫേസനാണ് അപ്പസ്തോലൻ ഓഫ് കോപ്പറേഷൻ അല്ലെങ്കിൽ അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സിസ്റ്റം ഇസ് നോൺ ആസ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം? ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏത് സിസ്റ്റമാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെബിറ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് മീൻസ് ഡാഷ്? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്ത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിക്രീസ്. Debit in capital account means decrease.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഡാഷ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 100 years ജൂബിലി ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമായിരുന്നു ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അതിൻ്റെ 100ാം വർഷം ആ ജൂബിലി ആഘോഷിച്ചത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, 2004 ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അതിൻ്റെ 100ാം വർഷം ആഘോഷിച്ചത്, ജൂബിലി വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് സെഡ് ബൈ ഡാഷ്. ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ഈ ഒരു വാചകം അത് ആര് പറഞ്ഞതാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫെഡറിക് നിക്കോൾസൻ്റെ വാക്കുകളാണ്. ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീരിയഡ് ഓഫ് ഓർഡിനറി ഡിബഞ്ചർ ഈസ് ഡാഷ്. ഓർഡിനറി ഡിബഞ്ചറിൻ്റെ കാലാവധി അല്ലെങ്കിൽ കാലയളവ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, 15 years ആണ് പീരിയഡ് ഓഫ് ഓർഡിനറി ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയിൻ ബാങ്കിങ് സിസ്റ്റം മോസ്റ്റ് പോപ്പുലർ ഇൻ ഡാഷ്. ഏത് രാജ്യത്താണ് ചെയിൻ ബാങ്കിങ് സിസ്റ്റം പോപ്പുലർ ആയിട്ടുള്ള കൺട്രി? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, USA ചെയിൻ ബാങ്കിങ് സിസ്റ്റം മോസ്റ്റ് പോപ്പുലർ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ആരംഭിച്ചത്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ആരംഭിച്ച വർഷം, കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1995 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് RBI ആക്ട്. RBI ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, RBI ആക്ടിൻ്റെ സെക്ഷൻ 20 പ്രകാരമാണ് RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ് എന്നുള്ള ആ ഒരു പൊസിഷൻ അലങ്കരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ കോൾഡ് ഡാഷ്. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് അറിയപ്പെടുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 20 ക്വസ്റ്റ്യൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തെറ്റിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.